നമസ്കാരം. നമ്മളിപ്പോൾ 11 ജില്ലകളിലൂടെ DCC പ്രസിഡന്റുമാരെ സംസാരിച്ചു. തിരുവനന്തപുരത്ത് CPM ജില്ലാ സെക്രട്ടറിയായി സംസാരിച്ചു. എക്സിറ്റ് പോൾ ഫലങ്ങൾ സത്യമാണോ അല്ലയോ എന്നുള്ള ഒരു പഠനമാണ് നടത്തുന്നത്. അത് പ്രകാരം കേരളത്തിൽ എക്സിറ്റ് പോൾ ഫലങ്ങൾ പൂർണ്ണമല്ല, അതൊരു ട്രെൻഡ് മാത്രമാണ്. യഥാർത്ഥത്തിൽ അതിനേക്കാൾ ഭീകരമായ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ആർക്ക് കിട്ടാൻ പോണത്, LDF കിട്ടാൻ പോണത് എന്നുള്ളതാണ്. ഭരണവിരുദ്ധ വികാരം, അതിനേക്കാൾ അപ്പുറം പിണറായി വിരുദ്ധ വികാരം, അതിനേക്കാൾ ഭയങ്കരമായിട്ട് ഉള്ളത് മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം, അതോടൊപ്പം തന്നെ ഉണ്ടായിട്ടുള്ളതാണ് ഈ ജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തുണ്ടായിരിക്കുന്നു, ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നു. അപ്പം അതിലപ്പുറത്തേക്കാണ് പിണറായി വിജയൻ്റെ ഈ പറയുന്ന അഴിമതികൾ. അപ്പോൾ അത് കണ്ടു മടുത്ത് ജനങ്ങൾ ഈ വേർക്കപ്പെട്ടവൻ പോകട്ടെ എന്ന് ഏറ്റവും അധികം ചിന്തിക്കുന്നത് ആലപ്പുഴയാണ്. അതിന് കാരണം സുധാകരൻ എന്ന് പറയുന്ന പ്രമുഖനായ, സ്വാത്വികനായ, സത്യസന്ധനായ ഒരു നേതാവ് അവിടെ ഇലക്ഷനിൽ നിൽക്കുന്നു. CPM വിട്ട് എത്രയോ കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള, എത്രയോ കാലത്തെ സത്യസന്ധനായ, സ്വാത്വികനായ, സത്യം വിളിച്ചു പറയുന്ന അദ്ദേഹം ഇത്തവണ UDF സ്ഥാനാർത്ഥിയായി വന്നിരിക്കുന്നു. അത് തന്നെയാണ് ആലപ്പുഴയുടെ പ്രത്യേകത. മാത്രമല്ല അടുത്ത ജില്ലയായ കൊല്ലത്ത് ആയിഷ പോറ്റി മത്സരിക്കുന്നു. അതും CPM നിന്ന് വന്ന സ്ഥാനാർത്ഥിയാണ്. അതൊക്കെ ഇത്തരത്തിലുള്ള CPM അടിത്തട്ടിൽ ഏറ്റവും നല്ല മികച്ചുള്ള 24 ക്യാരറ്റിന് പോലെ തനി തങ്കം എന്ന് പറയാവുന്ന നല്ലവരായ CPM നേതാക്കന്മാരാണ് കോൺഗ്രസിനോടൊപ്പം നിന്നത്. കോൺഗ്രസ് അത്രയും, അതോടൊപ്പം കോൺഗ്രസിനും അതിൻ്റെ ശോഭ വന്നിരിക്കുന്നു. ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഉറപ്പായിട്ടും UDF വൻ വിജയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ നമ്മുടെ സർവേയിലൊക്കെ പറയുന്നത് 4-5 സീറ്റൊക്കെയാണ് പറയുന്നത്. പക്ഷേ 7 സീറ്റുകൾ ഉറപ്പായിട്ടും കിട്ടും എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? DCC പ്രസിഡന്റ് നമ്മുടെ ബാബു പ്രസാദ് പറഞ്ഞിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബാബു പ്രസാദ് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 7 സീറ്റുകൾ വരെ കിട്ടുമെന്നുള്ളതാണ്. അതിനകത്ത് കായംകുളത്ത് പ്രതിഭ തോൽക്കുമെന്ന് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഹരിപ്പാട് കഴിഞ്ഞ തവണ എല്ലാ കാലത്തും കഴിഞ്ഞ തവണ വരെ 1 സീറ്റ് മാത്രമാണ് UDF കിട്ടിയത്. നമ്മുടെ രമേശ് ചെന്നിത്തല ജയിക്കുന്ന സീറ്റാണ് നമ്മുടെ ഹരിപ്പാട്. അവിടെയും ഇത്തവണ വൻ വിജയമാണ്. പിന്നെ അമ്പലപ്പുഴ, ഹരിപ്പാട് കഴിഞ്ഞ അമ്പലപ്പുഴയാണ് സുധാകരൻ മത്സരിക്കുന്നത്. അവിടെയും അതേപോലെ കുട്ടനാട്, തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ് കുട്ടനാട്, ആലപ്പുഴ, 2 സ്ഥലത്തും വിജയിക്കും എന്നാണ് പറയുന്നത്. അതേപോലെ ചേർത്തല മാത്രമാണ് ടഫ് ഫൈറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം. അരൂരിൽ ഷാനിമോൾ ഉസ്മാൻ അട്ടിമറി വിജയം നേടും തന്നെയാണ് പറയുന്നത്. അതേപോലെ മാവേലിക്കര UDF വിജയിക്കുമെന്ന് പറയുന്നു. അതേപോലെ തന്നെയാണ് നമ്മുടെ കൃത്യമായി പറയുന്ന രീതി ചെങ്ങന്നൂര് ഒരു ടഫ് ഫൈറ്റ് ആയിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതേപോലെ ചേർത്തല ടഫ് ഫൈറ്റ് ആണ് പറയുന്നത്. ബാക്കി എല്ലാ സ്ഥലവും 9 സീറ്റുകളിൽ 7 സീറ്റും ഉറപ്പായിട്ടും 2 സീറ്റുകൾ ടഫ് ഫൈറ്റ് ആയിട്ടും കാണുന്നു. അദ്ദേഹം വിശദമായി തന്നെ എന്തുകൊണ്ടാണ് വിജയിക്കുന്നത്, എന്തൊക്കെ കാരണങ്ങളാലാണ് വിജയിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം തീർത്ത് പറയാം, VS അനുയായികൾ ഇത്തവണ പിണറായി വിജയൻ മാറിയാലേ പാർട്ടി രക്ഷപ്പെടൂ, പ്രതിപക്ഷത്ത് വരണം CPM എന്ന് ആഗ്രഹിച്ച് ഉറപ്പിച്ച് ഇത്തവണ UDF അനുകൂലമായി വോട്ട് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ആലപ്പുഴയിൽ നിന്നുള്ള വാർത്തകൾ. സുധാകരൻ എഫക്റ്റ്, അതേപോലെ VS അച്യുതാനന്ദൻ എഫക്റ്റ് കാര്യമായി ബാധിച്ചുള്ള ജില്ലയാണ് ആലപ്പുഴ. അവിടെ എത്രമാത്രം ദയനീയമായിരിക്കും CPM പരാജയം എന്ന് നമ്മൾ ഇലക്ഷൻ റിസൾട്ട് വന്നാലേ പറയാം. 9 സീറ്റും പരാജയപ്പെടുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും 7 സീറ്റ് ആലപ്പുഴയിൽ ജയിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ കേരളത്തിൽ 100-ൽ പരം സീറ്റ് കിട്ടുമെന്ന VD സതീശന്റെ പ്രസ്താവന കൃത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞത് വളരെ കാൽക്കുലേറ്റഡ് ആണെന്നുള്ളതാണ്. ഓരോ ജില്ലയിൽ നിന്നുള്ള ജില്ലാ പ്രസിഡന്റുമാർ കൃത്യമായ കണക്കോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. ഇനി നമ്മൾ പറയാനുള്ളത് നമുക്ക് ആദ്യം അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. നമസ്കാരം, അഡ്വക്കേറ്റ് ബാബു പ്രസാദ്. നന്ദകുമാറാണ് ക്രൈമെന്ന്. അതായത് ആലപ്പുഴയിൽ ഇത്തവണ എന്താണ് ആലപ്പുഴ നല്ല വിജയം ഉണ്ടാവും. എത്ര സീറ്റുകൾ UDF കിട്ടും? UDF 7 സീറ്റ് വരെ കിട്ടാം. അത് ഏതൊക്കെയാണ്? സത്യത്തിൽ DC പ്രസിഡന്റ് നില വോട്ടെണ്ണുന്നതിന് മുമ്പ് അത് പറയാൻ പാടില്ലാത്തതാണ്. കാരണം ഞാൻ പറയുന്നതിന് അതൊരു ആധികാരികതയല്ലേ അത്. അല്ല, അതെ, എന്നാലും ഒരു കണക്കൂട്ടൽ ഉണ്ടാവുമല്ലോ. എല്ലാ ജില്ലകളിലും എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. അല്ല, അത് ശരിയാണ്. പക്ഷെ നമ്മളങ്ങനെ പറയുമ്പോൾ ഈ ജയിക്കത്തില്ല എന്ന് പറയുന്ന 2 സീറ്റിലെ ആളുകൾ 36 മണിക്കൂറുടെ ഉള്ളു വോട്ടെണ്ണാൻ.
അതെ. അവരതൊരു നിരാശരാകത്തില്ലേ അവര്? അല്ല, അങ്ങനെ ഒരു നമ്മളൊരു കണക്കൂട്ടൽ ഉണ്ടല്ലോ. എല്ലാ മണ്ഡലം വിജയിക്കില്ല, ചില മണ്ഡലങ്ങൾ നമ്മൾ പിന്നിലായിരിക്കും. ഇത്തവണ ഞങ്ങളെ കണക്കൂട്ടൽ 140 മണ്ഡലം UDF ജയിക്കാനുള്ള ഒരു ട്രെൻഡ് ഉണ്ടെന്നാണ്. എന്നാലും നമ്മുടെ ഇവിടെ 7 ജയിക്കും. 2 നല്ല മത്സരം, കടുത്ത മത്സരവും നടക്കുന്നുണ്ട് 2. അല്ല, 7 അപ്പൊ ഏതൊക്കെ മണ്ഡലം? ആലപ്പുഴ എങ്ങനെയുണ്ട് പ്രാവശ്യം? എപ്പോഴും അടക്കം എല്ലാം ജയിക്കും. ഇവിടെ തീരദേശം മൊത്തം ജയിക്കും. ചേർത്തല ടൈറ്റ് മത്സരമാണ്, ബാക്കിയെല്ലാം ജയിക്കും. പിന്നെ ചെങ്ങന്നൂരും ടൈറ്റ് മത്സരമാണ്. ബാക്കി ചെങ്ങന്നൂർ ചേർത്തല ടൈറ്റ് മത്സരമാണ്. ബാക്കി 7 ഉറപ്പായിട്ടും ജയിക്കും. മാവേലിക്കര അടക്കം 7 പറയും. 9 ആണല്ലോ ഉള്ളത്. 9 ഉള്ളത്. കായംകുളം പ്രദീപ അതിൽ 7 അതെല്ലാം വരും. 2 അതായത് മത്സരം നടക്കുന്ന ചെങ്ങന്നൂരും ചേർത്തലയും മാത്രം ഒരു ടൈറ്റ് മത്സരം നടക്കുന്നുണ്ട്. ബാക്കി 7 സീറ്റും നമ്മൾ ജയിക്കും. എന്തൊക്കെ ഘടകങ്ങളാണ് ഇത്തവണ അനുകൂലമായിട്ടുണ്ടായിരുന്നത്? അത് ഇവിടെ 10 വർഷമായിട്ട് ഒരു സീറ്റേ ഉള്ളായിരുന്നു. UDF ഒരു സീറ്റേ ജയിക്കത്തുള്ളായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 2 പാർലമെന്റ് സീറ്റും ജയിച്ചു. അന്നേരം ഒരു അസംബ്ലി സെഗ്മെന്റ് മാത്രമേ പുറകെ പോയുള്ളൂ. 9 ൽ 8 അസംബ്ലി സെഗ്മെന്റിലും UDF മുമ്പിൽ വന്നു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 72 ൽ 12 പഞ്ചായത്തുകളെ ഉള്ളായിരുന്നു. കോൺഗ്രസിന് 6 ൽ 3 മുനിസിപ്പാലിറ്റിയേ ഉള്ളായിരുന്നു. ഇത്തവണ അത് 72 ൽ 27 പഞ്ചായത്തുകളിൽ ഭരണം വന്നു. 6 മുനിസിപ്പാലിറ്റികളിൽ 5 ഭരണം വന്നു. 5 ഭരണം പിടിച്ചു. 1 കഷ്ടിച്ച ചേർത്തലയാണ് കഷ്ടിച്ചാ പോയത്. പിന്നെ കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തിലെ 23 2 ഉള്ളായിരുന്നു. അത് ഇപ്രാവശ്യം അത് 23 8 കോൺഗ്രസ് ജയിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ പ്രാവശ്യം 1 ബ്ലോക്ക് പഞ്ചായത്തേ ഉള്ളായിരുന്നു. അത് 12 ഉള്ളായിരുന്നു ഭരണം. ഇത്തവണ 12 4 ജയിച്ചു. ടോട്ടൽ പഞ്ചായത്ത് അംഗങ്ങളുടെ, മുനിസിപ്പൽ അംഗങ്ങളുടെ എല്ലാവരുടെയും കൂടെ ടോട്ടൽ മെമ്പർ അംഗത്വം കഴിഞ്ഞ തവണത്തെക്കാട്ടി 220 കൂടുതൽ വന്നു. ഇതെല്ലാം ഒരു മുകളിലോട്ട് ആരോഹണത്തിന്റെ ഒരു സൂചനയാണല്ലോ. ബിജെപിയുടെ സ്ഥിതി എന്തായിരിക്കും? കഴിഞ്ഞ ശോഭാ സുരേന്ദ്രൻ വന്നിട്ട് പല മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തിയിരുന്നു. പ്രത്യേകിച്ച് ഹരിപ്പാട്, കായംകുളമൊക്കെ. അതൊരു കമ്മ്യൂണലായിട്ട് ശോഭാ സുരേന്ദ്രൻ വോട്ട് പിടിച്ചതാണ്. കഴിഞ്ഞ തവണ കമ്മ്യൂണൽ ഏകീകരണം ഉണ്ടായതാണ് ശോഭാ സുരേന്ദ്രന് അനുകൂലമായിട്ട്. ഇത്തവണ അത് ഉണ്ടാകത്തില്ല. 9 പിന്നെ വ്യത്യസ്തമായ സ്ഥാനാർത്ഥികളല്ലേ, ഒരു യൂണിക്കായിട്ടുള്ള സ്ഥാനാർത്ഥി അല്ലല്ലോ. അപ്പൊ അന്നത്തെ അവർക്ക് 6 അസംബ്ലി സെഗ്മെന്റില് അനുകൂലമായി ഉണ്ടായ ആ ഒരു കാറ്റ് ഇപ്രാവശ്യം ഉണ്ടാകത്തില്ല. ഈ CPM-ന്റെ ഉള്ളിൽ നിന്ന് എത്രമാത്രം വോട്ട് UDF-ലേക്ക് ഇത്തവണ വന്നിട്ടുണ്ട്? CPM-ൽ നിന്ന് നല്ല വോട്ട് വന്നതുകൊണ്ടാണ് ഈ തീരദേശത്ത് ഇത്രയും വലിയ വിജയം വരാൻ പോകുന്നത്. അമ്പലപ്പുഴയില് G. സുധാകരൻ എത്രമാത്രം ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധ്യതയുണ്ട്? സുധാകരന്റെ 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാം. അദ്ദേഹം വന്നോട് കൂടിയിട്ട് CPM-ന്റെ ഉള്ളിൽ അത് എത്രമാത്രം ഗുണം ചെയ്തിട്ടുണ്ട് നമുക്ക്? അദ്ദേഹം വന്നതുകൊണ്ട് ഗുണം ചെയ്ത് അമ്പലപ്പുഴയും മാവേലിക്കരയും മാത്രമേ ഉള്ളൂ. വേറെ എങ്ങും അദ്ദേഹം വന്നതുകൊണ്ട് ഗുണം ഉണ്ടായിട്ടില്ല. മാവേലിക്കര അവിടെ വേറെ അമ്പലപ്പുഴ നല്ല അദ്ദേഹത്തിന് അനുകൂലമായിട്ടുണ്ട്. മാവേലിക്കരയിലെ അദ്ദേഹത്തിന്റെ ജന്മദേശം എന്ന നിലയിൽ അത് നല്ലപോലെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. കായംകുളം അദ്ദേഹം മുമ്പ് അതൊന്നും നമുക്കങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ അതിന് മാത്രം ഓരോ ഏരിയയിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തകർ വന്നിട്ടില്ലല്ലോ. അപ്പൊ അമ്പലപ്പുഴയില് നല്ലൊരു വിഭാഗം ജനങ്ങൾ വന്നിട്ടുണ്ട്. മാവേലിക്കരയിലും നല്ലൊരു ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ പ്രദേശത്ത് ചാരുമൂട് ഏരിയ കമ്മിറ്റിയുടെ ഏരിയ നല്ലൊരു വിഭാഗം ജനങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രദീപ് അവസാനം ഇരുന്ന് കരിയൊക്കെ ചെയ്തിരുന്നു, അത് ഇലക്ഷനെ ഗുണം ചെയ്യും അവർക്ക്? അതൊന്നും ഒരു അതിനേക്കാളിലൊക്കെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട് കായംകുളത്തെ വോട്ടർമാർക്ക്. ഈ ഇത്രയും നിയോജകമണ്ഡലങ്ങളിൽ ഏറ്റവും പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ കായംകുളമാണ്. അവിടെ അങ്ങനെ കരഞ്ഞാലൊന്നും വോട്ടൊന്നും കിട്ടത്തോന്നുള്ളൂ. തച്ചടി പ്രഭാകരന് 12 വോട്ടിനോ 33 വോട്ടിനൊക്കെ തോറ്റിട്ടുള്ള സ്ഥലമാണ്. പുള്ളി 166 വോട്ടിന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. അവിടെ വലിയ ടൈറ്റ് ഫൈറ്റ് നടക്കുന്ന സ്ഥലമാണ്. അവിടെ അങ്ങനെ സെന്റിമെന്റ്സ് ഒന്നും അങ്ങനൊന്നും ഉണ്ടാകത്തില്ല അവിടെ.
ഈ ഭരണം മാറണം എന്നുള്ള ഉദ്ദേശത്തിൽ CPM-ന്റെ അണികളിൽ നിന്ന് വോട്ട് കാര്യമായിട്ട് മാറിയിട്ടുണ്ടോ? ഉണ്ട് അതൊക്കെ ഉണ്ട്. എന്തൊക്കെ വേറെ ഘടകങ്ങളാണ് ആലപ്പുഴയിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത്? വേറെ ഘടകം ഇപ്പൊ ആലപ്പുഴ അല്ലയോ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓർഗനൈസേഷന്റെ മുമ്പിൽ ഇരിക്കുന്ന കുറ്റപത്രം ഇവിടുത്തെ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടതല്ലയോ. അപ്പൊ അത് തോട്ടപ്പള്ളിയിലാണല്ലോ സംഭവിച്ചത്. ആലപ്പുഴ ജില്ലയിലെ അരിപ്പാട്ടിന്റെ അമ്പലപ്പുഴയുടെ അതിർത്തിയാണ്. അത് ദേശീയ തലത്തിൽ വന്ന ഒരു വലിയ ആരോപണത്തിനകത്ത് കഴമ്പുണ്ടെന്നും പറഞ്ഞ് കുറ്റപത്രം സമർപ്പിച്ചതല്ലയോ. അപ്പൊ അതിനകത്ത് വലിയ തീരദേശവാസികൾക്കിടയില് ഈ അഴിമതി എന്ന് കേൾക്കുമ്പോൾ ജനങ്ങൾ ഒരു കാരണവശാലും പ്രതികരിക്കാതിരിക്കത്തില്ല. തീർച്ചയായിട്ടും പ്രതികരിക്കുക. അതിനെതിരെ ശക്തമായൊരു പ്രതികരണം അവിടുത്തെ തൊണ്ടപ്പള്ളിയിലെ കരിമണൽക്കാരുമായി ബന്ധപ്പെട്ട മൊത്തത്തിലുണ്ടായിരിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ ഉണ്ടായിരിക്കുന്ന ഒരു ജനവികാരമുണ്ട്. അതുകൊണ്ട് അമ്പലപ്പുഴയിലാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ നിയോജകമണ്ഡലത്തിലാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിജയം ഉണ്ടായത്. കുട്ടനാട്ടിലും അമ്പലപ്പുഴയിലുമാണ്, ഹരിപ്പാട്ടുമാണ്. മുസ്ലിം ക്രിസ്ത്യൻ ഏകീകരണം എല്ലാ ഭാഗത്തും നടന്നു എന്ന് പറയുന്നത് ആലപ്പുഴയിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടോ UDF-ന് അനുകൂലമായിട്ട്? ഏകീകരണം ഏറെക്കുറെ ഉണ്ടായിട്ടുണ്ട്, അത് ശരിയാണ്. പക്ഷെ അത് അതിനേക്കാളേറെ പൊളിറ്റിക്കലായ മാറ്റമാണ് ഇവിടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുതൽ കണ്ടുവരുന്നത്. കാരണം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട തീരദേശത്ത് വലിയ തോതിൽ വോട്ട് ചോർച്ച ഉണ്ടായ സ്ഥലത്തു നിന്നാണ് തിരിച്ച വോട്ടുകളെല്ലാം വന്നത്. അപ്പൊ അത് രാഷ്ട്രീയമായ ഒരു വിജയമായിരിക്കും ഇവിടെ, അല്ലാതെ കമ്മ്യൂണൽ പോളറൈസേഷൻ കൊണ്ടാണ്. ശബരിമല കൊള്ള എത്രമാത്രം? ശബരിമല നല്ല രീതിയിൽ ഇത് ചെയ്തിട്ടുണ്ട്. ഈ പെരുമ്പളം പാലം വന്നോടി ആലപ്പുഴയ്ക്ക് ഭയങ്കര വികസനം കൊണ്ടുവന്നു എന്നുള്ള രൂപത്തിലാണ് വലിയ LDF-ന്റെ പ്രചരണം വന്നത്. അത് എത്രമാത്രം നമുക്ക് ദോഷം ചെയ്യും? അത് ഒരു പഞ്ചായത്തില്, ആ പെരുമ്പളം പഞ്ചായത്തിൽ നമുക്ക് കുറച്ച് ദോഷം ഉണ്ടാവും. വേറെ ഇപ്പൊ എന്തോ ബാക്കി എത്രയോ രമേശ് ചെന്നിത്തല അതിനരിപ്പാട്ട് എത്ര പാലം കൊണ്ട് ഉള്ളല്ലയോ. കരുനാഗപ്പള്ളി 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമല്ലയോ കരുനാഗപ്പള്ളിയും ആലപ്പാടും ആറാട്ടുപുഴയും തമ്മിൽ ബന്ധിപ്പിച്ച 144 കോടി രൂപയുടെ പാലമല്ലയോ. അതിനെല്ലാം അതിൻ്റെതായ ഒരു ബെനിഫിറ്റ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിലും കിട്ടി, ഇപ്രാവശ്യവും കിട്ടും. അതുപോലെ തന്നെ പെരുമ്പളത്ത് ഒരു പഞ്ചായത്തിൽ മാത്രം ഇടതുപക്ഷത്തിന് അനുകൂലമായ കുറച്ച് ഇതുണ്ടായേക്കും. VD സതീശന്റെ പൊതുയുഗ യാത്ര ആലപ്പുഴയിൽ എത്രമാത്രം വിജയമായിരുന്നു? VD സതീശന്റെ പൊതുയുഗ യാത്ര വിജയമായാലും 9 സ്ഥലത്തും വിജയമായിരുന്നു. ഇവിടെ 9 മണ്ഡലങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. നല്ലയിടത്തും വിജയമായിരുന്നു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള രൂപത്തിൽ VD സതീശൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഞാനത് ഇനിയുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്നെ KPCC വിലക്ക് തന്നിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അതൊന്നും അഭിപ്രായം പറയാൻ പറ്റത്തില്ല. അന്നേരം എന്തായാലും 7 സീറ്റുകളിൽ UDF 7 സീറ്റ് ഉറപ്പായിട്ട് വിജയിച്ചു. അതായത് 100-ൽ പരം സീറ്റ് കിട്ടുമെന്നാണ് എന്താ പറഞ്ഞതിന്റെ അർത്ഥം? 7 സീറ്റ് കിട്ടിയ 100 കൂടുതൽ സീറ്റ് കേരളത്തിൽ. അങ്ങനെ ഒരു സ്വിങ് ഉണ്ടല്ലോ. അവർക്ക് 37%, നമുക്ക് ഏതാണ്ട് 10-45% വോട്ട് വരുമ്പോൾ ആ 8%-നകത്ത് ഈ 100 സീറ്റ് വരണമല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്തോ സ്വിങ്ങാ. ഓക്കെ താങ്ക് യു. കേട്ടല്ലോ. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ഏതൊക്കെ ജില്ലകളാണ്? ഇടുക്കിയും പത്തനംതിട്ടയും മാത്രമാണ്. ഈ 2 ജില്ലകളുടെ അവിടുത്തെ DCC പ്രസിഡന്റുമാരുമായി സംസാരിച്ച് കൃത്യമായിട്ട് അവിടുത്തെ എന്താണ് അവിടുത്തെ റിസൾട്ട്, അല്ലെങ്കിൽ അവിടെ പ്രധാനപ്പെട്ട അവിടുത്തെ CPM BJP കോൺഗ്രസിന്റെ നേതാവുമായി സംസാരിച്ച് നമുക്ക് അടുത്തത് വരാം. അതിനുശേഷം CPM നേതാക്കന്മാർ എന്ത് പറയുന്നു, BJP എന്ത് പറയുന്നു നമുക്ക് നോക്കാം. നന്ദി, നമസ്കാരം. ഭക്ഷണം കഴിച്ചോ?